കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന എൻ.കെ. സുധീർ കോൺഗ്രസിൽ മടങ്ങിയെത്തി. കുടുംബത്തിലേക്കുള്ള മടക്കമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വീണ്ടും കോൺഗ്രസിൽ ചേർന്നത്. എൻ.കെ. സുധീർ അങ്ങനെയാണ് അറിയിച്ചതും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ സുധീറിനെ പരിഗണിച്ചെങ്കിലും പിന്നീട് സീറ്റ് നൽകിയിരുന്നില്ല. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, സുധീറിന് ഒരു സ്ഥിരതയുണ്ടാവുന്നില്ല, വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങി എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. എന്തൊക്കെയാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? സുധീർ AICC അംഗമായിരുന്നു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള ലോക്സഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ ചുമതലകൾ കോൺഗ്രസിന്റെ ഭാഗമായും DCCയുടെ ഭാഗമായും നിർവഹിച്ചു വന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുൻപ് നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ട് കോൺഗ്രസുമായി കലഹിക്കുന്നതും പിന്നീട് അന്ന് CPM-മായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തു വരികയും മറ്റും ചെയ്ത അന്നത്തെ MLA PV അൻവറിന്റെ ഭാഗമായ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നത് DMK എന്നുള്ള പേരിലായിരുന്നു അന്ന് അൻവറും സംഘവും പ്രവർത്തിച്ചത്. അന്ന് DMK എന്ന് പറയുന്ന സംവിധാനത്തിനൊപ്പം ചേർന്ന് ചേലക്കരയിൽ മത്സരിക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ അൻവറുമായി ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുകയൊക്കെ ചെയ്തു. അതിനുശേഷം അൻവറുമായി തെറ്റിപ്പിരിയുകയും പിന്നീട് BJP പാളയത്തിലെത്തുകയും BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സുധീർ. ഇതിനിടയിൽ BJP-യിൽ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചില നിലയിലുള്ള വാർത്തകൾ മറ്റും വന്നിരുന്നു. എന്നാൽ നാട്ടികയിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സുധീറിനെ BJP പരിഗണിച്ചില്ല. ഇങ്ങനെ രാഷ്ട്രീയമായ ഒരു അസ്തിത്വമില്ലാതെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും തന്റെ പഴയ പ്രസ്ഥാനത്തിലേക്ക് സുധീർ തിരികെ വരുന്നത്. NK സുധീർ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ AICC നേതാവായിരുന്ന ആളാണ്. തിരിച്ചുവരവിനെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ ഇതുവരെയും ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഒന്നും നടത്തിയില്ല. അന്ന് കോൺഗ്രസ് വിട്ട് DMK-ക്കൊപ്പം ചേർന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കേണ്ടതില്ല, പോകുന്നവർ പോട്ടെ എന്നുള്ള നിലയിൽ ഒരു പരിഹാസ രൂപേണയാണ് NK സുധീറിന്റെ കാര്യത്തിൽ പ്രതികരണങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ആ പരിഹാസമൊക്കെ നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിൽ നിന്നും DMK-യിലേക്ക് പോവുകയും അവിടെ നിന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുകയും പിന്നീട് BJP-യിൽ എത്തുകയും ഇപ്പോൾ വീണ്ടും തിരികെ വരികയും ചെയ്യുന്നുവെന്ന് NK സുധീർ വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നത്. എന്റെ രാഷ്ട്രീയ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പ്രസ്ഥാനത്തോടൊപ്പം അതായത് എന്റെ രാഷ്ട്രീയ വേരുകളും ആശയങ്ങളും എന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടൊപ്പം ആയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വീണ്ടും കോൺഗ്രസ് കുടുംബത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നാട്ടിലെയും പാർട്ടിയിലെയും എന്റെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹത്തെ മാനിച്ചും എന്റെ മനസാക്ഷിയുടെ ശബ്ദം കേട്ടുമാണ് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി പഴയ വീര്യത്തോടെയും ആവേശത്തോടെയും നിങ്ങളോടൊപ്പം നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും തുടർന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ള നിലയിലാണ് ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിക്കൊണ്ട് സുധീർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഏത് നിലയിലാണ് സുധീറിനെ ഒപ്പം കൂട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രമടക്കം വ്യക്തമാണ്. NK സുധീർ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ലെവിൻ കെ വിജയനാണ്.